നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന മാറ്റങ്ങൾ ശക്തമായ വിമർശനങ്ങൾക്കും സംശയങ്ങൾക്കും ഇടയാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകാൻ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ ദേശീയ നേതൃത്വം നിയമിച്ചതും പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധികൾ മറയ്ക്കാനുള്ള ശ്രമമെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരികയാണ്. സംസ്ഥാന നേതൃത്വത്തിലെ വീഴ്ചകൾ പരിഹരിക്കാമെന്ന പേരിൽ പ്രചാരണ കമ്മിറ്റിയെ പുനഃസംഘടിപ്പിച്ചെങ്കിലും ഇത് യഥാർത്ഥ പരിഹാരമല്ലെന്നും വ്യക്തമാണ്. എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയെന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ മാത്രം ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് കണ്ണും പൂട്ടി പറയാം. കൂടാതെ നേതൃത്വം എന്ന പേരിൽ അധികാരം പങ്കിടുന്നത് പോലെ തോന്നിച്ചാലും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന് തന്നെ നമുക്കറിയാം. അതാണല്ലോ കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ കോൺഗ്രസ് വേദിയിൽ നമ്മൾ കണ്ടതും. ഇതുവരെ സംസ്ഥാന കോൺഗ്രസിലെ തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ആയിരുന്നുവെങ്കിൽ സാമൂഹിക സംഘടനകളുമായുള്ള ബന്ധം ദുർബലമായതും പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസുമായി ദീർഘകാല ബന്ധമുണ്ടായിരുന്ന NSS ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ഉണ്ടായ അകൽച്ച പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞുവെന്ന സൂചനയാണ്. SNDPയും അസന്തോഷം പ്രകടിപ്പിച്ചതോടെ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായി. സംസ്ഥാന നേതൃത്വവും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഭിന്നതകൾ പലപ്പോഴും തുറന്നു കാട്ടപ്പെട്ടിരുന്നു. പാർട്ടി പരിപാടികളിൽ പോലും ഏകോപനമില്ലാതെ നടന്നുപോ എന്ന ആരോപണവും ശക്തമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഇത് താൽക്കാലിക പരിഹാരം മാത്രമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ദേശീയ നേതൃത്വവുമായി അകന്നു നിന്നിരുന്ന നേതാക്കളെ വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ഇപ്പോൾ നടക്കുന്നുമുണ്ട്. അതിന്റെ ഭാഗമായി ശശി തരൂരിനെ പ്രചരണ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനാക്കിയെങ്കിലും പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിലൂടെ അവസാനിക്കുമോ എന്നത് വ്യക്തമല്ല. അവസാനിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടിയും വരും. മുസ്ലിം സമുദായത്തെയും യുവാക്കളെയും ആകർഷിക്കാൻ എന്ന ലക്ഷ്യത്തോടെ യുവ നേതാവ് ഷാഫി പറമ്പിലിനെ കൺവീനറായി നിയമിച്ചിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രം സമൂഹങ്ങളെ ലക്ഷ്യമിട്ട് സ്ഥാനങ്ങൾ നൽകുന്നത് രാഷ്ട്രീയ തന്ത്രമായി മാത്രമേ വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. ഇനി എല്ലാ കാര്യങ്ങളും കൂടാതെ നേതൃത്വത്തിലായിരിക്കും തീരുമാനമെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിലും പാർട്ടിക്കുള്ളിലെ അധികാര പോരാട്ടങ്ങൾ അവസാനിക്കുമോ എന്നത് സംശയമാണ്. ഒറ്റയാൾ പോരാട്ടം വേണ്ട എന്ന സന്ദേശം നൽകുമ്പോഴും യഥാർത്ഥത്തിൽ നേതൃത്വം ആരുടെ കൈകളിലായിരിക്കുമെന്ന ചോദ്യവും ഇവിടെ തന്നെ ഉയരുന്നുണ്ട്. ഇതിനിടെ സംസ്ഥാന കോൺഗ്രസ് സംഘടനയിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളുണ്ട്. നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതോടെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ തന്നെ സംഘടനാ തലത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പാർട്ടിയുടെ തയ്യാറെടുപ്പില്ലായ്മയാണ് എടുത്തുകാട്ടുന്നത് തന്നെ. ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള നേതാവിനെ അധ്യക്ഷനാക്കാനുള്ള നീക്കവും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന ആരോപണം നിലനിൽക്കുന്നുമുണ്ട്. പത്തനംതിട്ട MP ആന്റോ ആന്റണി, മുൻ UDF കൺവീനർ ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുമുണ്ട്. ഇതിനു പുറമെ കൊടിക്കുന്നിൽ സുരേഷ്, KC ജോസഫ് എന്നിവരുടെയും പേരുകൾ ചർച്ചയിലുണ്ട്. മൊത്തത്തിൽ സംഘടനാ പ്രശ്നങ്ങളും ആഭ്യന്തര ഭിന്നതകളും നിലനിൽക്കുമ്പോൾ പുതിയ നിയമനങ്ങൾ കൊണ്ടു മാത്രം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയില്ലെന്നതാണ് വാസ്തവം. അത് പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് അത്രയ്ക്കങ്ങോട്ട് മനസ്സിലായിട്ടില്ല. പുതുക്കിയ നേതൃത്വവും പുതിയ തന്ത്രങ്ങളും കോൺഗ്രസിനെ രക്ഷിക്കുമോ അതോ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുമോ എന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുമേ ഇനി വ്യക്തമാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഈ പുനഃസംഘടനയും പുതിയ തീരുമാനങ്ങളും പാർട്ടിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്നത് വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. നേതൃമാറ്റങ്ങൾക്കും സ്ഥാന വിതരണത്തിനും അപ്പുറം പാർട്ടിക്കുള്ളിലെ ഭിന്നതകളും ദിശയില്ലായ്മയും അവസാനിക്കാതെ തുടരുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്തെ ഇത്തരം തന്ത്രങ്ങൾ വെറും മുഖംമാറ്റം മാത്രമായി തീരാൻ സാധ്യതയുണ്ടെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ മുന്നിലെത്തിക്കുകയും വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കളെ സ്ഥാനങ്ങളിൽ ഇരുത്തുകയും ചെയ്താലും പാർട്ടിക്കുള്ളിലെ വിശ്വാസക്കുറവും ഏകോപനമില്ലായ്മയും മാറിയില്ലെങ്കിൽ അതിന് വലിയ രാഷ്ട്രീയ ഫലം ഉണ്ടാകില്ലെന്നതാണ് വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുകയാണെങ്കിൽ കൂട്ടായ നേതൃത്വം എന്ന മുദ്രാവാക്യം പ്രായോഗികമായി നടപ്പാകുമോ എന്ന സംശയവും ശക്തമാണ്.